പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2:18. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. അതായത് ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് വചനം പറയുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 നമ്മൾ കാണുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് മറിയം പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി. അതായത് ഞാൻ കർത്താവിന്റെ ദാസിയാണ് എന്നുള്ള മനോഭാവം, അടിസ്ഥാന മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ച മറിയത്തിനാണ് ദൈവം തന്റെ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് ഒരു ദാസന്റെ ദാസിയുടെ മനോഭാവം എന്ന് പറയുന്നത്, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, ഞാനും എനിക്കുള്ളതും ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സൗജന്യ ദാനം. ഈ മനോഭാവമാണ് ദാസൻ എന്ന് പറഞ്ഞാൽ, ദാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ ദാസിയുടെ താഴ്മ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു, ദൈവഹിതം എന്തെന്ന് വ്യക്തമായപ്പോൾ പിന്നെ ഒന്നേ ചെയ്യുന്നുള്ളൂ, കീഴടങ്ങുക, ദൈവഹിതത്തിന്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് അടിയറ വയ്ക്കുക. ദാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ വേറൊരാളുടെ സ്വന്തമാകുന്നു, അതായത് ദൈവത്തിന്റെ സ്വന്തമാകുന്നു. ഒന്നും സ്വന്തം തീരുമാനമെടുക്കുന്നില്ല, ദൈവത്തിന്റെ തീരുമാനത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നു. സ്വന്തമായിട്ടൊന്നും അവകാശപ്പെടുന്നില്ല, സ്വന്തമായിട്ടൊന്നും നേടുന്നില്ല, സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന് ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ തീരുമാനമെടുക്കാനുള്ള അവകാശവും പൂർണ്ണമായിട്ട് പരിത്യജിച്ചുകൊണ്ട് ജീവിതത്തെ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞതുപോലെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത്, അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ ദാസന്റെയും ദാസിയുടെയും മനോഭാവം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ.